മഴ പെയ്തു തീരാതെ മഞ്ഞുമൂടിയ കാടുകൾക്കിടയിലൂടെ പാമ്പുപോലെ വളഞ്ഞുകിടക്കുന്ന ഒരു പഴയ റോഡ് ഉണ്ടായിരുന്നു. നാട്ടുകാർ അതിനെ ഈ നിഴൽവളവ് എന്നു വിളിച്ചു. കാരണം പകൽ വെളിച്ചത്തിലും ആ വഴിത്തിരിവിൽ എത്തുമ്പോൾ സൂര്യന്റെ ചൂട് തണുത്തു പോകുന്നതുപോലെ തോന്നുകയും ചില്ലകൾ തമ്മിൽ കൂട്ടിയിണക്കി നിന്ന വൃക്ഷങ്ങൾ ആകാശത്തെ പിളർത്തി നിഴലുകളുടെ കുരുക്കുകൾ നിലത്തേക്ക് വീഴ്ത്തുകയും ആരെങ്കിലും അവിടെ നിമിഷം നിൽക്കുകയാണെങ്കിൽ തന്നെ ചുറ്റിപ്പറ്റിയ ലോകം ശബ്ദമില്ലാതെ പിൻവാങ്ങുന്ന അനുഭവം നൽകുകയും ചെയ്തിരുന്നു. ഈ വഴിയെക്കുറിച്ച് കേട്ടാൽ തന്നെ ആളുകൾ മിണ്ടാതാകുമായിരുന്നു. കാരണം വർഷങ്ങളായി ഇവിടെ നടന്ന അപ്രത്യക്ഷതകളും രാത്രിയിൽ ആരോ വിളിക്കുന്നതുപോലെ കേൾക്കുന്ന പേരുവിളികളും മണ്ണിനടിയിൽ നിന്നുയരുന്ന ചിരിയും എല്ലാം കൂടി ഈ റോഡിനെ ഒരു കഥയല്ല, മറിച്ച് ജീവിക്കുന്ന ഒരു ഭീതിയാക്കി മാറ്റിയിരുന്നു. പക്ഷേ നഗരത്തിൽ നിന്നെത്തിയ ആദിത്യൻ എന്ന യുവാവ് ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല. കാരണം അവൻ ഭയം എന്നത് കേൾവി വഴിയുള്ള ഒരു രോഗം മാത്രമായിരുന്നു. കാണുന്നതുവരെ അതിന് യാഥാർത്ഥ്യമില്ലെന്ന് അവൻ കരുതി. ആദിത്യൻ ആ രാത്രിയിൽ ആ വഴി തിരഞ്ഞെടുത്തത് യാദൃശ്ചികമല്ലായിരുന്നു. അവന്റെ ഫോൺ സിഗ്നൽ നഷ്ടപ്പെട്ടപ്പോൾ, മാപ്പ് അപ്ഡേറ്റ് ആവാതിരുന്നപ്പോൾ, പെട്രോൾ തീരാറായപ്പോൾ, മുന്നിലെ വളവ് ഒരു ചുരുക്കുവഴിയെന്ന പോലെ മാപ്പിൽ തെളിഞ്ഞപ്പോൾ അവൻ ആ റോഡിലേക്ക് കാർ തിരിച്ചു. മഴയുടെ ചാടലുകൾ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ മിന്നിമറയുമ്പോൾ വിൻഷീൽഡിൽ പതിക്കുന്ന ഓരോ തുള്ളിയും ഒരാളുടെ വിരൽത്തട്ടലുപോലെ അവനെ അലട്ടിക്കൊണ്ടിരുന്നു. നിഴൽവളവിൽ കാർ പ്രവേശിച്ച നിമിഷം തന്നെ പുറം ലോകം അടച്ചുപൂട്ടിയതുപോലെ ശബ്ദങ്ങൾ മങ്ങിപ്പോയി. എഞ്ചിൻ ശബ്ദം പോലും ദൂരെയായി തോന്നി. കാടിന്റെ ഉള്ളിൽ നിന്ന് ആരോ ശ്വാസം വലിക്കുന്ന ശബ്ദം കേൾക്കുന്നുവെന്ന പോലെ ഒരു ഭാരമുള്ള നിശബ്ദത അവന്റെ നെഞ്ചിന്മേൽ ഇരുന്നു. അവൻ റേഡിയോ ഓണാക്കാൻ ശ്രമിച്ചെങ്കിലും സ്റ്റാറ്റിക് ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ ഒരു പഴയ സ്ത്രീയുടെ വിറയുന്ന ശബ്ദം പോലെ തിരിഞ്ഞുപോരെ എന്ന വാക്കുകൾ ഇടയ്ക്കിടെ കാതിൽ പതിയുന്നതായി അവൻ തോന്നി. ആദ്യ വളവ് കഴിഞ്ഞപ്പോൾ അവൻ റോഡിന്റെ അരികിൽ ഒരു വിളക്ക് കണ്ടു. കത്താത്ത ഒരു പഴയ തെരുവുവിളക്ക്. അതിന്റെ താഴെ വെള്ളം നനഞ്ഞ മണ്ണിൽ നിഴൽ പോലെ ഒരാൾ നിൽക്കുന്നതായി അവൻ തോന്നി. ആദ്യ വളവ് കഴിഞ്ഞപ്പോൾ അവൻ റോഡിന്റെ അരികിൽ ഒരു വിളക്ക് കണ്ടു. കത്താത്ത ഒരു പഴയ തെരുവുവിളക്ക്. അതിന്റെ താഴെ വെള്ളം നനഞ്ഞ മണ്ണിൽ നിഴൽ പോലെ ഒരാൾ നിൽക്കുന്നതായി അവൻ തോന്നി. മുഖം കാണാനാകാതെ തല താഴ്ത്തി. മുടി മഴവെള്ളത്തിൽ പറ്റിപ്പിടിച്ചു. വെളിച്ചമില്ലാത്ത വിളക്കിന്റെ കീഴിൽ നിഴൽ എങ്ങനെ ഉണ്ടാകുമെന്ന ചിന്ത അവന്റെ തലയിൽ പടർന്നപ്പോൾ കണ്ണടച്ചൊന്നു തുറന്നപ്പോഴേക്കും ആ രൂപം ഇല്ലാതായിരുന്നു. പക്ഷേ അവന്റെ കാറിന്റെ പിൻസീറ്റിൽ ആരോ ഇരിക്കുന്നുവെന്ന അനുഭവം അവന്റെ കഴുത്തിലൂടെ തണുത്തൊരു കാറ്റായി പാഞ്ഞുപോയി. അവൻ വേഗം കൂട്ടി. പക്ഷേ റോഡ് നീളുന്നതുപോലെ തോന്നി. ഓരോ വളവും മുമ്പത്തെ പോലെ തന്നെയായിരുന്നു. ഒരേ വൃക്ഷം, ഒരേ പൊട്ടിയ ബോർഡ്, ഒരേ ചുവന്ന ചീന്തൽ പാറയിൽ പതിഞ്ഞത്. സമയം മുന്നോട്ടു പോകുന്നില്ലെന്ന ഭയം അവനെ പിടികൂടിയപ്പോൾ കാറിന്റെ ഗ്ലാസിൽ അകത്തു നിന്ന് ഒരാൾ നഖം കൊണ്ട് വരയ്ക്കുന്നതുപോലെ ഇവിടെ നിന്നു പോവാൻ പറ്റില്ല എന്ന വാചകം മൂടൽമഞ്ഞിൽ തെളിഞ്ഞു. അവൻ നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തേക്കു വന്നില്ല. അവസാനം ഒരു ചെറിയ കുടിൽ അവൻ മുന്നിൽ തെളിഞ്ഞു. വാതിൽ പകുതി തുറന്ന നിലയിൽ. അകത്തു നിന്ന് മണ്ണിന്റെയും പഴയ ചന്ദനത്തിന്റെയും കലർന്ന ഗന്ധം. മഴയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന പ്രതീക്ഷയിൽ അവൻ കാറിൽ നിന്ന് ഇറങ്ങിയ നിമിഷം റോഡിന്റെ പിന്നിലേക്ക് നോക്കിയപ്പോൾ അവൻ വന്ന വഴി തന്നെ ഇല്ലാതായിരുന്നതായി കണ്ടു. അവന്റെ കാലടികൾ മണ്ണിൽ പതിയുന്നതിനു മുമ്പേ തന്നെ മായ്ച്ചുകളയപ്പെട്ടതുപോലെ പിന്നിൽ നിന്ന് ആരോ അവന്റെ പേരെ വളരെ മൃദുവായി വിളിച്ചപ്പോൾ ആദിത്യൻ ആദ്യമായി ഈ നിഴൽവളവ് ഒരു കഥയല്ല, തന്നെ പരീക്ഷിക്കുന്ന ഒരു ഭീകരജീവിയാണ് ന്ന് മനസ്സിലാക്കി. ഭയം അവന്റെ ശരീരം മുഴുവൻ പിടിച്ചുകെട്ടി. ആ കുടിലിന്റെ ഉള്ളിലേക്ക് അവൻ കാൽവെച്ച നിമിഷത്തോടെയാണ് ഈ വഴിയുടെ യഥാർത്ഥ രഹസ്യം അവനെ കാത്തിരുന്നതെന്ന് അവന് അറിവില്ലാതിരുന്നത്. കുടിലിന്റെ അകത്തേക്ക് ആദിത്യൻ കാൽവെച്ച നിമിഷം മുതൽ തന്നെ പുറത്തെ മഴയുടെ ശബ്ദം വാതിലിനപ്പുറം കുടുങ്ങിപ്പോയതുപോലെ പെട്ടെന്ന് നിശബ്ദമായി. കട്ടിയുള്ള മണ്ണുവാസനയും പഴകിയ മരച്ചില്ലകളുടെ പൊടിയും ചേർന്ന ഒരു ശ്വാസം മുട്ടിക്കുന്ന ഗന്ധം അവന്റെ നെഞ്ചിലേക്ക് കയറി. ചെറിയ മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ചുവരുകളിൽ തൂങ്ങിയിരുന്ന ചീന്തിപ്പോയ ചിത്രങ്ങൾ ജീവിക്കുന്നതുപോലെ ഇളകുന്നുവെന്ന് തോന്നി. അവയിലെ കണ്ണുകൾ എല്ലാം ഒരേ ദിശയിൽ അവനെ മാത്രം നോക്കുന്നതായി അവൻ അനുഭവപ്പെട്ടു. കുടിലിന്റെ നടുവിൽ ഒരു പഴയ കസേര കിടന്നിരുന്നു. അതിനു മുകളിൽ ആരോ ഇരുന്നിട്ട് എഴുന്നേറ്റതുപോലെ മണ്ണിൽ ഒതുങ്ങാത്ത ചൂട് ഇപ്പോഴും ബാക്കി നിൽക്കുന്നതായി അവന്റെ മനസ്സ് പറഞ്ഞു. അവൻ വിളക്ക് ഉയർത്തി നോക്കിയപ്പോൾ നിലത്ത് ചിതറിക്കിടക്കുന്ന ചുണ്ണാമ്പ് വരകളിൽ അസംബന്ധമായ ചിഹ്നങ്ങൾ, വളവുകളും വൃത്തങ്ങളും, മനുഷ്യന്റെ കാൽപ്പാടുകളെപ്പോലും ഓർമ്മിപ്പിക്കാത്ത അടയാളങ്ങൾ, എല്ലാം കൂടി ഒരു അന്യമായ ഭാഷയിൽ എഴുതിയ മുന്നറിയിപ്പുപോലെ അവനെ നോക്കി നിന്നു. അവൻ പിന്നിലേക്ക് തിരിഞ്ഞ് വാതിൽ അടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ വാതിൽ അവിടെ തന്നെ ഇല്ലാതായിരുന്നതായി കണ്ടു. പകരം അവിടെ കട്ടിയുള്ള മരച്ചുവർ, ഒരിക്കൽ പോലും തുറന്നിട്ടില്ലെന്ന പോലെ പഴയതും പൊട്ടലില്ലാത്തതും. പുറത്തേക്കുള്ള വഴി ഇല്ലെന്ന സത്യം അവന്റെ നെഞ്ചിൽ കനത്തൊരു കല്ലായി പതിഞ്ഞു. അതേ നിമിഷം തന്നെ മുകളിൽ നിന്ന് ആരോ നടക്കുന്നതുപോലെ നിലവിള്ളൽ കേട്ടു. ഈ കുടിലിന് മേൽക്കൂര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന അറിവ് അവനെ കൂടുതൽ ഭയപ്പെടുത്തി. അപ്പോൾ തന്നെ കുടിലിന്റെ അകത്തളങ്ങളിൽ നിന്ന് മൃദുവായൊരു ശബ്ദം ഉയർന്നു. ഒരാൾ തന്റെ അടുത്തു നിന്നുകൊണ്ട് തന്നെ അവന്റെ ചെവിക്കരികിൽ പറയുന്നതുപോലെ, "ആദിത്യ, നീ ഇത്ര വൈകുമെന്നു ഞങ്ങൾ കരുതിയില്ല." ആ ശബ്ദത്തിൽ പരിചയത്തിന്റെ ചൂടുണ്ടായിരുന്നു. അമ്മയുടെ ശബ്ദമോ, ബാല്യത്തിലെ അധ്യാപികയുടെ ശബ്ദമോ, അവൻ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും ശബ്ദം മാറി മാറി അവന്റെ മനസ്സിലെ ഓർമ്മകളിൽ നിന്ന് മോഷ്ടിച്ച ശബ്ദങ്ങൾ ചേർത്തുണ്ടാക്കിയ ഒരു ഭീകര സംഗീതമായി അത് മാറി.
അവൻ ചെവി പൊത്തി നിലവിളിച്ചപ്പോൾ നിലത്ത് കിടന്നിരുന്ന ചിഹ്നങ്ങൾ തെളിഞ്ഞു. മങ്ങിയ വിളക്കിന്റെ വെളിച്ചം പെട്ടെന്ന് ശക്തമായി. ചുവരുകളിൽ തൂങ്ങിയ ചിത്രങ്ങൾ ഒന്നൊന്നായി ജീവൻ കിട്ടിയതുപോലെ നിലത്തേക്ക് വീണു. അവയിൽ കാണിച്ചിരുന്നത് ഒരേ വഴിയായിരുന്നു. നിഴൽവളവ്. ഓരോ ചിത്രത്തിലും വ്യത്യസ്ത ആളുകൾ, വ്യത്യസ്ത കാലങ്ങൾ, പക്ഷേ ഒരേ ഭയം നിറഞ്ഞ കണ്ണുകൾ. അവസാന ചിത്രത്തിൽ അവന്റെ തന്നെ മുഖം, കണ്ണുകൾ ശൂന്യമായും ചുണ്ടിൽ അപ്രകൃതമായൊരു പുഞ്ചിരിയുമായി. കുടിലിന്റെ കോണിൽ ഇരുണ്ട ഭാഗത്ത് നിന്ന് ഒരാൾ പുറത്തേക്ക് വന്നതുപോലെ തോന്നി. ശരീരം വ്യക്തമായി കാണാനാകാതെ നിഴലുകളാൽ തീർത്ത ഒരു രൂപം. അതിന്റെ മുഖത്ത് മുഖം എന്നൊന്നില്ല, പക്ഷേ അവിടെ നിന്നാണ് ശബ്ദങ്ങൾ വരുന്നത്. ഈ വഴി ഒരിക്കൽ കയറിയാൽ പിന്നെ പോകാൻ പറ്റില്ല. ഓരോ വളവും ഒരു ഓർമ്മയാണ്, ഓരോ ഓർമ്മയും ഒരു വാതിലാണ് എന്ന വാക്കുകൾ കാറ്റിൽ കത്തിപോലെ കുത്തി. ആദിത്യന്റെ തലയിൽ പഴയ ഓർമ്മകൾ ഒഴുകിവന്നു. അവൻ ഒരിക്കലും നേരിടാൻ തയ്യാറാകാത്ത കുറ്റബോധങ്ങളും ഭയങ്ങളും. അവൻ പിന്നോട്ടു നീങ്ങുമ്പോൾ നിലം മൃദുവായി, ചെളിപോലെ അവന്റെ കാൽ പറ്റിപ്പിടിച്ചു. ചുവരുകൾ അടുക്കിവരുന്നതുപോലെ തോന്നി. കുടിൽ ശ്വാസം എടുക്കുന്നുവെന്ന പോലെ ചുരുങ്ങിയും വീർത്തുമുണ്ടായി. നിഴൽരൂപം അടുത്തേക്ക് വന്നപ്പോൾ അതിന്റെ ശബ്ദം ഇനി പലതായിരുന്നില്ല. പകരം ഒരേ സമയം അനവധി പേരുകൾ വിളിക്കുന്നതുപോലെ. കുട്ടികൾ, സ്ത്രീകൾ, പുരുഷന്മാർ, എല്ലാം ചേർന്ന് ഒരേ വാക്ക്, ഇവിടെ തന്നെ എന്നത്. അവസാനം കുടിലിന്റെ പിന്നിൽ ഒരു ചെറിയ പൊട്ടൽ അവൻ കണ്ടു. ചുവരിലെ ഒരു വിള്ളൽ. അതിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവൻ വീണ്ടും നിഴൽവളവിന്റെ റോഡ് കണ്ടു. പക്ഷേ അത് പകൽ പോലെ തെളിഞ്ഞിരുന്നു. ആളുകൾ നടക്കുന്നു, വാഹനങ്ങൾ പോകുന്നു, സാധാരണ ലോകം. ഒരു കള്ളപ്രതീക്ഷയായി അവന്റെ മുന്നിൽ തുറന്നപ്പോൾ പിന്നിൽ നിന്ന് നിഴൽരൂപം പറഞ്ഞു, അത് പുറം ലോകമല്ല, നിന്റെ അവസാന ഓർമ്മയാണ്. ആ വാക്കുകൾ അവന്റെ മനസ്സിൽ കുത്തിയ നിമിഷം അവൻ ഓടാൻ തീരുമാനിച്ചു. ആ വിള്ളലിലൂടെ ശരീരം കുത്തിക്കയറ്റിയപ്പോൾ കുടിൽ മുഴുവൻ ഒരു ഭീകര ചിരിയാൽ കുലുങ്ങി. നിഴൽവളവ് അവനെ വീണ്ടും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നതായി അവൻ മനസ്സിലാക്കി. ഇതോടെ ആദിത്യൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിഞ്ഞത്, ഈ വഴി ഭൗതികമല്ല, മനസ്സിനുള്ളിലേക്കാണ് വളഞ്ഞുകിടക്കുന്നത് എന്ന സത്യം. പിന്നിൽ നിന്ന് അവന്റെ പേരെ വിളിക്കുന്ന ശബ്ദങ്ങൾ കൂടുതൽ അടുത്തുവരുന്നതും ഓരോ വളവിലും അവൻ എന്തോ നഷ്ടപ്പെടുന്നതുപോലെ തോന്നുന്നതും. വിള്ളലിലൂടെ പുറത്തേക്ക് വീണ ആദിത്യൻ കട്ടിയുള്ള റോഡിൽ ഉരുണ്ടു വീണ നിമിഷം തന്നെ അവന്റെ ശരീരത്തിലൂടെ ഒരു തണുത്ത വൈദ്യുതി പോലെ എന്തോ പാഞ്ഞുപോയി. കാരണം അവൻ പ്രതീക്ഷിച്ച പോലെ പകൽ വെളിച്ചവും ആളുകളുമുള്ള ലോകമല്ല അവനെ സ്വീകരിച്ചത്. പകരം ആദ്യമായി കയറിയ അതേ നിഴൽവളവ്, അതേ മഞ്ഞുമൂടിയ കാട്. പക്ഷേ ഇപ്പോൾ എല്ലാം അസ്വാഭാവികമായി ശാന്തവും നിശ്ചലവും. കാറ്റുപോലും ശ്വാസം എടുക്കാൻ മറന്നുപോയതുപോലെ, സമയം അവിടെ മരിച്ചുകിടക്കുന്നതുപോലെ തോന്നി. അവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്റെ കൈകൾ വിറയ്ക്കുന്നത് കണ്ടു. ചർമ്മത്തിന് കീഴിലൂടെ ചെറുനിഴലുകൾ നീങ്ങുന്നതുപോലെ തോന്നി. അവൻ കണ്ണുകൾ അടച്ചു തുറന്നപ്പോൾ പോലും അത് മാറിയില്ല. മറിച്ച് റോഡിന്റെ ഉപരിതലത്തിൽ അവന്റെ നിഴൽ സാധാരണയേക്കാൾ കറുത്തതും നീളമുള്ളതുമായി തീർന്നതായി അവൻ ശ്രദ്ധിച്ചു. അത് അവന്റെ ചലനങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നില്ലെന്ന ബോധം അവന്റെ ഉള്ളിൽ ഒരു പുതിയ ഭയം ജനിപ്പിച്ചു. മുന്നോട്ട് നടക്കാൻ തുടങ്ങി എന്നത് അവന്റെ തീരുമാനമല്ലായിരുന്നു. കാലുകൾ സ്വയം നീങ്ങുന്നതുപോലെ, ഓരോ ചുവടും റോഡ് തന്നെ ആവശ്യപ്പെടുന്നതുപോലെ. അവൻ ശ്രമിച്ചിട്ടും നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കാടിനുള്ളിൽ നിന്ന് പതുക്കെ ഉയർന്നുവന്ന ശബ്ദങ്ങൾ അവന്റെ ചെവിയിൽ വീണു. ആദ്യം അത് കാറ്റിന്റെ ശബ്ദമെന്ന് തോന്നിയെങ്കിലും ശ്രദ്ധിച്ചപ്പോൾ അത് വാക്കുകളായിരുന്നു. തകർന്ന ഓർമ്മകളെപ്പോലെ മുറിഞ്ഞ വാക്യങ്ങൾ. ഇവൻ വന്നതുപോലെ ഇവനും തിരിഞ്ഞില്ല. ഇനി വഴിയുണ്ടാകും എന്നൊക്കെയുള്ള മന്ത്രസദൃശമായ ചൊല്ലുകൾ. ഒരു വളവ് തിരിഞ്ഞപ്പോൾ അവൻ അവരെ കണ്ടു. റോഡിന്റെ ഇരുവശങ്ങളിലും നിൽക്കുന്ന നിശ്ചലരൂപങ്ങൾ, മനുഷ്യരെപ്പോലെ തന്നെ. പക്ഷേ കണ്ണുകൾ ശൂന്യവും, മുഖത്ത് ഒരു വികാരവുമില്ലാതെ. ചിലർ പഴയകാല വേഷങ്ങളിൽ, ചിലർ ഇന്നത്തെ വസ്ത്രങ്ങളിൽ. കാലങ്ങൾ തമ്മിൽ കലർന്ന ഒരു ശ്മശാന പ്രദർശനത്തെപ്പോലെ. അവരിൽ ചിലരുടെ മുഖം അവൻ തിരിച്ചറിഞ്ഞില്ല. ചിലർ വാർത്തകളിൽ കണ്ട കാണാതായ ആളുകൾ, ചിലർ അവൻ ഒരിക്കൽ വഴിയിൽ കണ്ടിട്ടുള്ള അപരിചിതർ. എല്ലാം ചേർന്ന് നിഴൽവളവിന്റെ ഇരുവശങ്ങളിലും ഒരു ശാന്തമായ കാവൽനിരയായി. അവരിൽ ഒരാൾ പതുക്കെ മുന്നോട്ട് വന്നു. അവന്റെ ചുണ്ടുകൾ നീങ്ങിയില്ല. പക്ഷേ ശബ്ദം ആദിത്യന്റെ തലക്കുള്ളിൽ മുഴങ്ങി. നീ ചോദിക്കും, എന്തിനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്ന്. ഞങ്ങൾ വഴിയല്ല, വഴിയുടെ ഭാഗങ്ങളാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ ആദിത്യന്റെ മനസ്സിൽ ഒരു ഭീകര സത്യം തെളിഞ്ഞു. ഈ റോഡ് ആളുകളെ തിന്നുന്നില്ല, അവരെ തന്നെ റോഡാക്കി മാറ്റുകയാണ്. അവൻ ഓടാൻ ശ്രമിച്ചു, പക്ഷേ കാലുകൾ ഭാരമായി. റോഡിന്റെ ഉപരിതലം അവന്റെ കാൽപ്പാടുകളെ പതുക്കെ ഉൾക്കൊള്ളുന്നതുപോലെ. ഓരോ ചുവടിലും അവന്റെ ഓർമ്മകളിൽ നിന്ന് എന്തോ ഒലിച്ചിറങ്ങുന്നതായി അവൻ തോന്നി. തന്റെ വീടിന്റെ രൂപം മങ്ങിയതും, വ്യക്തത നഷ്ടപ്പെട്ടതും, സുഹൃത്തുക്കളുടെ പേരുകൾ ഓർക്കാൻ കഴിയാത്തതും. അവൻ ഭയത്തോടെ മനസ്സിലാക്കി, ഈ വഴിക്ക് ഭക്ഷണം ശരീരമല്ല, ഓർമ്മകളാണ്. അവൻ നിലവിളിച്ചു, പക്ഷേ ശബ്ദം റോഡിൽ പതിച്ചു മങ്ങി. അപ്പോൾ മുമ്പിൽ ഒരു വലിയ വളവ് തെളിഞ്ഞു. മറ്റെല്ലാത്തിലും വ്യത്യസ്തമായ, കറുത്ത പാറകളാൽ ചുറ്റപ്പെട്ട, വായ തുറന്നിരിക്കുന്നതുപോലെ തോന്നുന്ന ഒരു വളവ്. അതിന്റെ നടുവിൽ ഒരു പഴയ ബോർഡ്, മായ്ച്ചെഴുതിയ അക്ഷരങ്ങൾ. പക്ഷേ അടുത്തേക്ക് ചെന്നപ്പോൾ അത് തെളിഞ്ഞു. അവസാന വളവ് എന്നെഴുതിയിരിക്കുന്നു. അവിടെ നിൽക്കുമ്പോൾ നിഴൽരൂപം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ അതിന് കൂടുതൽ വ്യക്തത ഉണ്ടായിരുന്നു. അതിന്റെ ശരീരം അനവധി നിഴലുകൾ ചേർത്ത് തുന്നിയതുപോലെ. അതിൽ പല മുഖങ്ങൾ മിന്നിമറഞ്ഞു, ഓരോന്നും വേദനയും സമാധാനവും ഒരുപോലെ നിറഞ്ഞത്.
ഇവിടെ എത്തുന്നവർക്ക് 2 വഴിയുണ്ട്, അത് പറഞ്ഞു. ഒന്ന്, പൂർണ്ണമായി ലയിച്ചു വഴിയാകുക. മറ്റൊന്ന്, ഒരാളെ മാറ്റിസ്ഥാപിച്ച് പുറംലോകത്തേക്ക് പോകുക. ആ വാക്കുകൾ ആദിത്യന്റെ ഉള്ളിൽ ഒരു തണുത്ത ചിരി വിതറി. മാറ്റിസ്ഥാപിക്കുക, അവന്റെ മനസ്സ് ചോദിച്ചു. അപ്പോൾ റോഡിന്റെ ഒരു ഭാഗം തെളിഞ്ഞു. അവിടെ നിന്ന് പുതിയൊരു കാർ നിഴൽവളവിലേക്ക് കയറിവരുന്നതിന്റെ വെളിച്ചം. മറ്റൊരു യാത്രക്കാരൻ, മറ്റൊരു അവിശ്വാസി. ഭയം അവന്റെ ഉള്ളിൽ നിറഞ്ഞെങ്കിലും അതിനൊപ്പം തന്നെ ഒരു ജീവിക്കാനുള്ള തീവ്രമായ ആഗ്രഹം, അവൻ ഒരിക്കലും ഇത്ര ശക്തമായി അനുഭവിച്ചിട്ടില്ലാത്തത്. അവസാന വളവിന്റെ അരികിൽ നിന്നുകൊണ്ട് അവൻ ആ കാറിനെ നോക്കി. തന്റെ മനസ്സ് രണ്ടായി പിളർന്നതുപോലെ. ഒരു ഭാഗം നിലവിളിച്ചു, ഇവനെ രക്ഷിക്കണം. മറ്റൊരു ഭാഗം പറഞ്ഞു, നിനക്ക് പോകണം. ആ നിമിഷത്തിൽ അവൻ തിരിച്ചറിഞ്ഞു, നിഴൽവളവിന്റെ ഏറ്റവും വലിയ ശാപം ഭയം മാത്രമല്ല, തിരഞ്ഞെടുപ്പാണ്. അവൻ കണ്ണുകൾ അടച്ചു, ഒരു തീരുമാനം എടുത്തു. പിന്നെ എല്ലാം പെട്ടെന്ന് മങ്ങി. ശബ്ദങ്ങളും നിഴലുകളും ഒറ്റ നിമിഷം കൊണ്ട് ഒതുങ്ങിപ്പോയി. അവൻ കണ്ണുകൾ തുറന്നപ്പോൾ അവൻ ഒരു റോഡരികിൽ നിൽക്കുകയായിരുന്നു. സൂര്യൻ ഉദിക്കുകയാണ്. പിന്നിൽ സാധാരണ ഒരു നേരായ റോഡ്. നിഴൽവളവ് എന്നൊന്നുമില്ല. ആളുകൾ വാഹനങ്ങൾ നിർത്തി അവനെ നോക്കുന്നു. എന്താ, സുഖമാണോ എന്ന് ഒരാൾ ചോദിച്ചു. അവൻ മറുപടി പറയാൻ ശ്രമിച്ചപ്പോൾ തന്റെ ശബ്ദം അല്പം വൈകി പുറത്തു വന്നതായി അവൻ തോന്നി. ആദിത്യൻ രക്ഷപ്പെട്ടു എന്നായിരുന്നു എല്ലാവരുടെയും വിശ്വാസം. അവൻ തന്നെ അതു വിശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷേ രാത്രികളിൽ അവൻ ഉറങ്ങുമ്പോൾ തന്റെ മുറിയിലെ മതിലുകളിൽ ചെറിയ വളവുകൾ നീങ്ങുന്നതുപോലെ തോന്നും. റോഡിന്റെ ഗന്ധം അവന്റെ ശ്വാസത്തിൽ നിറയും. ചിലപ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്റെ നിഴൽ ഒരു നിമിഷം വൈകി ചലിക്കുന്നതും അവൻ കാണും.